ഹലോ ഗൈസ്, ലില്ലി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഇന്നത്തെ വീഡിയോ അഡീനിയൻ ചെടിയെക്കുറിച്ചുള്ള ഒരു കാര്യം പറയാനാണ് കേട്ടോ. എൻ്റെ അഡീനിയൻ ചെടി ഉണ്ടോ, അതിൽ ഒരു ഇല പോലും ഇല്ലാതെ എല്ലാ ഇലയും കൊഴിഞ്ഞു പോയ ആ കാര്യത്തെക്കുറിച്ച് പറയാനാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ അഡീനിയൻ ചെടിയെ നിങ്ങളെ കാണിക്കാം. എൻ്റെ ഈ അഡീനിയൻ ചെടിക്ക് പറ്റിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോഴേ ഈ അഡീനിയൻ ചെടിക്ക് ഒരു രോഗം പിടിപെടും കേട്ടോ. ആ അസുഖം എന്ന് പറയുന്നത് അതിൻ്റെ പേരെനിക്കറിയില്ല. ഈ ചെടിയുടെ ഇല ഫുള്ളും കൊഴിഞ്ഞു പോകും. നല്ല മഞ്ഞ കളറായതിന് ശേഷം ആ ഇല ഫുള്ളും അങ്ങ് കൊഴിഞ്ഞു പോകും കേട്ടോ. അതിലിങ്ങനെ ഈ ചിലന്തി വല പോലെ ഇങ്ങനെ വന്നിട്ട് കുഞ്ഞു പ്രാണികൾ ആ ഇലകളിൽ നിറയെ അങ്ങ് പിടിച്ചിട്ട് ഈ ഇല കൊഴിഞ്ഞു പോകും കേട്ടോ. ഇത് നല്ല മഞ്ഞ കളറായതിന് ശേഷം ഫുള്ള് ഇലയും കൊഴിഞ്ഞു പോകും. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. കാരണം നിറയെ ഇല ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ. എൻ്റെ അഡീനിയൻ ചെടികൾ കാണാൻ നല്ല ഭംഗിയായിട്ട് നിന്നതായിരുന്നു ഇലയായിട്ട്. പക്ഷേ എല്ലാ ഇലയും കൊഴിഞ്ഞ് മുട്ട അടിച്ച് നിൽക്കുക, മുട്ട പോലെ. ഒരു മനുഷ്യൻ മുട്ട അടിക്കുന്നത് പോലെ ഈ എൻ്റെ അഡീനിയൻ ചെടികളൊക്കെ നിൽക്കുന്നു. അപ്പോൾ പക്ഷേ വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ ചെടികളൊന്നും ചീഞ്ഞൊന്നും പോകാറില്ല. ഇലയെല്ലാം കൊഴിഞ്ഞു പോകും കേട്ടോ. ഒരു ഇല പോലും ഇല്ലാതെ ഒരു ചെടിക്ക് ഈ അസുഖം വന്നാൽ മതി, അടുത്തിരിക്കുന്ന എല്ലാ ചെടികൾക്കും ഈ രോഗം പകരും കേട്ടോ. ഈ കൊറോണ രോഗം പകരുന്നത് പോലെ ഈ ചെടികൾക്ക് എല്ലാ ചെടികൾക്കും വരും. ഇതിൽ കണ്ടോ, ഒരു ചെടിയിൽ പോലും ഇലയില്ലല്ലോ. ഇത് കണ്ടോ. എന്നിട്ട് ഞാൻ വേറെ കുറച്ച് ഇതുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഒരെണ്ണത്തിൽ ഇലയുണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ചൊക്കെ പോയി, ബാക്കി എല്ലാം മുട്ട അടിച്ച് നിൽക്കുക. ഇതൊക്കെ ഇല കൊഴിഞ്ഞതിന് ശേഷം തിളിർത്ത് വന്ന ഇലകളാണ് കേട്ടോ. ഇതൊക്കെ ഇതിപ്പോൾ തിളിർത്ത് വന്നതാണ്. ഇതൊക്കെ ഇപ്പോൾ തിളിർത്ത് വരുന്നു. പക്ഷേ ഈ ഇലയുടെ അടിയിൽ അതുപോലെ ഉണ്ട്, ചിലന്തി വല പോലെ ഉണ്ട് കേട്ടോ. മുട്ട അടിച്ചിരിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ തിളിർത്ത് വന്നതാണ് കേട്ടോ. ചെടി ചീഞ്ഞു പോകാറില്ല, ഇല മൊത്തം ഫുള്ളും അങ്ങ് കൊഴിഞ്ഞു പോകും. അങ്ങനെ എൻ്റെ എല്ലാ അഡീനിയൻ ചെടിയുടെ ഇലകളും കൊഴിഞ്ഞു പോയി. അപ്പോൾ ഓരോ ഇതിലൊക്കെ 1-2 ഇല വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ മുട്ട അടിച്ച് നിൽക്കുക കണ്ടോ. അപ്പോൾ ഞാനിത് ഇന്നത്തെ ഈ കാര്യം പറയാനാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്. കാരണം എൻ്റെ അഡീനിയൻ ചെടികൾ പക്ഷേ ഇത് നല്ല മഞ്ഞ കളറായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ സങ്കടം വരും കേട്ടോ. നമ്മൾ തൊടുമ്പം തന്നെ ഇലകളെല്ലാം താഴെ വന്ന് വീഴുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലുണ്ട്, അതിന് ആ ഇല കാണുമ്പോൾ അറിയാം. അതിൻ്റെ ഇലയുടെ അടിഭാഗത്തായിട്ട് ഒരു മാറാല പോലെ വല കെട്ടി നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത എല്ലാത്തിലും വീണ്ടും വരും. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഈ ചെടിയുടെ ഇപ്പോൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ്
ഈ അസുഖം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മരുന്നുണ്ടെന്ന് പറയുന്നു. ഞാൻ മരുന്നൊന്നും വാങ്ങിച്ച് അടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇല കൊഴിഞ്ഞ് പോയാലും വീണ്ടും തിളിർത്ത് വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ മരുന്നൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എൻ്റെ വീഡിയോ ഒന്ന് സഹായിക്കണം. എൻ്റെ അടീനിയം ചെടിയുടെ ഇലകളെല്ലാം വളരെ മനോഹരമായി തിളിർത്ത് വരുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്.